ജിൻഡോ ജോൺ, ഇന്ത്യ സഖ്യവും ഓരോ നീക്കവും NDA ക്യാമ്പിൽ നടക്കുന്നത് എന്താണ് എന്ന് അതീവ ശ്രദ്ധ പുലർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ NDAയിൽ എന്ത് നടക്കുന്നു എന്നതുകൂടി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണല്ലോ ഇന്ത്യ സഖ്യ മീറ്റിംഗ് അതിനുശേഷം ചേരുന്നതും. പക്ഷേ ഇന്നലെ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യം ഇന്ത്യ സഖ്യം നേതാക്കളുമായി ആലോചിച്ച ശേഷം അടുത്ത നീക്കം എന്നാണ്. പക്ഷേ അതെന്ന് പറയുമ്പോൾ വൈകിപ്പോകുന്ന ഒരു നീക്കമായി മാറുകയില്ലേ? നിതീഷ് കുമാറുമായിട്ടും ചന്ദ്രബാബു നായിഡുവുമായിട്ടും സംസാരിച്ചുവെന്ന് ഇന്നലെ വാർത്തകൾ, ശരത് പവാർ സംസാരിച്ചു എന്നുള്ള വാർത്തകൾ വന്നെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ ഇന്ന് നിഷേധിക്കുകയാണ് ചെയ്തത്. അപ്പോൾ സർക്കാർ രൂപീകരണത്തിലേക്കുള്ള ഒരു ശ്രമം ഇന്ത്യ ക്യാമ്പിൽ നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? നടക്കില്ല എന്നുള്ള ഒരു കാര്യമായിട്ട് ഇപ്പോൾ കണക്കാക്കുകയാണോ? ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞു. മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിലാണ് യോഗം തുടങ്ങിയിരിക്കുന്നത്. എല്ലാ ഇന്ത്യ സഖ്യം നേതാക്കളും ആരും വിട്ടുനിൽക്കുന്നില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നേരത്തെ ഉദ്ധവ് താക്കറെ നേരിട്ട് യോഗത്തിൽ പങ്കെടുക്കില്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. സഞ്ജയ് റൌട്ടിനെയാണ് പകരം നിയോഗിക്കുക എന്നും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, ഉദ്ധവ് താക്കറെ ഡൽഹിയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് പിന്നീട് റിപ്പോർട്ടുകൾ വന്നു. അങ്ങനെ എല്ലാ നേതാക്കളും, പ്രമുഖരായ എല്ലാ നേതാക്കളും, ഇന്ത്യ സഖ്യത്തിൽപ്പെട്ട പ്രമുഖ പാർട്ടികളുടെ നേതാക്കളെല്ലാം പങ്കെടുക്കുന്നു എന്ന വിവരമാണ് കിട്ടിയിട്ടുള്ളത്. അടുത്ത നീക്കം എന്താണെന്ന് ഇന്ത്യ സഖ്യത്തിന്റെ യോഗത്തിന് ശേഷം ചിത്രം കൂടുതൽ വ്യക്തമാകും. ജിൻഡോ, തുടർന്നോളൂ. അല്ല മഞ്ജുഷേ, ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾക്കൊരു കാര്യം മനസ്സിലാവും. കാരണം എന്താ, കഴിഞ്ഞ 10 വർഷക്കാലം BJPയും അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളും നരേന്ദ്രമോദി സ്വയവും തന്നെ പറഞ്ഞിട്ടുള്ളത് രൂപമായിട്ടുള്ള ഭരണ സംവിധാനം ഉണ്ടാകണം, ഏറ്റവും ശക്തമായൊരു നേതാവ് ഉണ്ടാകണം, ആ ശക്തനായ ഭരണാധികാരിക്ക് കീഴിലാണ് ഈ രാജ്യം നിലനിൽക്കേണ്ടത് എന്നുള്ള രീതിയിലുള്ള അഭിപ്രായങ്ങളൊക്കെ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് നമ്മുടെ മുൻപിൽ വയ്ക്കുന്ന ഒരു തെളിവ് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഏകശിലാരൂപമായിട്ടുള്ള ഒരു ഭരണ സംവിധാനമല്ല വേണ്ടേ, ശക്തനായ ഒരു ഭരണാധികാരിയെ അല്ല ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾക്ക് വേണ്ടത് ഇന്ത്യയിലെ മുഴുവൻ വൈവിധ്യങ്ങളെയും വൈചിത്ര്യങ്ങളെയും എല്ലാം ഉൾക്കൊള്ളുന്ന, മുഴുവൻ സംസ്കാരങ്ങളെയും മുഴുവൻ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന മനസ്സുള്ളൊരു നേതാവിനെയാണ് എന്നുള്ളത് തെളിയിക്കുന്ന രീതിയിലാണ്. അങ്ങനെ വലിയ ശക്തനായ നേതാവിലേക്ക്, ഏകാധിപത്യത്തിലേക്കുള്ള യാത്രയെ തടസ്സം ചെയ്യുന്ന ജനാധിപത്യത്തിലേക്ക്, ഇന്ത്യൻ ജനാധിപത്യത്തെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ജനവിധിയുടെ കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാർ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പറയുന്ന അഭിപ്രായം എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് സർക്കാർ രൂപീകരണത്തിലേക്ക് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, ഈ തെരഞ്ഞെടുപ്പ് സമയത്തും അതിനു മുമ്പും ഇന്ത്യ മുന്നണിയുടെ രൂപീകരണത്തിലും അതിനുശേഷവും പ്രചരണ സമയത്തുമൊക്കെ കോൺഗ്രസ് പ്രത്യേകമായിട്ടും രാഹുൽ ഗാന്ധി ഒക്കെ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ അങ്ങനെ തന്നെയാണ്. മുഴുവൻ ആളുകളെയും, ഘടകകക്ഷികളെയും, അവരുടെ നേതാക്കന്മാരെയും അവരുടെ അഭിപ്രായത്തെയും ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയത്. അതിന്റെ വിജയമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ രൂപീകരണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുന്നതിനും ഞങ്ങൾക്ക് അവരോട് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ വലിയ ജനാധിപത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള അഭിപ്രായ പ്രകടനമായിട്ട് അതിനെ കാണണം. ഒന്ന്. രണ്ടാമത്, ഒരിക്കലും സർക്കാർ രൂപീകരിക്കാൻ നടക്കില്ല എന്നുള്ളതിന്റെ പേരിലല്ല അങ്ങനെ തീരുമാനമെടുക്കുന്നത്. മറിച്ച് ഞങ്ങൾ രൂപീകരിക്കുന്ന സർക്കാരിൽ എല്ലാവരുടെയും അഭിപ്രായത്തെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങനെ ഒരു സർക്കാർ രൂപീകരണത്തിലേക്ക് പോകുമ്പോൾ അതിന്റെ എല്ലാ സാധ്യതകളെയും ആരാഞ്ഞുകൊണ്ട് മുഴുവൻ ആളുകളെയും ഉൾക്കൊണ്ടുള്ള ഒരു സർക്കാർ രൂപീകരണമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഒന്ന് നിതീഷ് കുമാർ, 2 ചന്ദ്രബാബു നായിഡു. ഇവരെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്നതിനേക്കാൾ നല്ലത് പ്രതിപക്ഷത്തിലിരിക്കുന്നതാണ്. ആ ഒരു രീതിയിലുള്ള ചിന്ത പോലും ഒരു വശത്ത് പോകുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇന്ത്യ സഖ്യ രൂപീകരണത്തിന് ചുക്കാൻ പിടിച്ചയാളാണ് നിതീഷ് കുമാർ. പക്ഷേ അടുത്ത നിമിഷം തന്നെ അദ്ദേഹം എന്താണ് ചെയ്തത്? സഖ്യം വിട്ടു പോവുകയാണ് ചെയ്തത്. പിന്നെ BJPക്ക് കൈ കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരാളെ വിശ്വസിച്ചുകൊണ്ട്, അങ്ങനെ ഒരാളെ കൂടെ കൂട്ടി BJPയെ താഴെ ഇറക്കുവാനുള്ള നീക്കം നടത്തണോ വേണ്ടയോ എന്നുള്ള 2 ചിന്തകൾ വരികയില്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയെ താഴെ ഇറക്കുക എന്നുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് ഞങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് കൃത്യമായിട്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ ഹിതം കൂടി മനസ്സിലാക്കിയിട്ടുള്ള രാഷ്ട്രീയ തീരുമാനമായിരിക്കും. നമ്മൾ ഇതിനു മുമ്പ് കർണാടകയിലെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ 3ാമത്തെ കക്ഷിയായിരുന്ന ജനതാദളിന്റെ കുമാരസ്വാമിയെ ഏറ്റവും കൂടുതൽ സീറ്റുണ്ടായിരുന്ന 80-ലധികം സീറ്റുണ്ടായിരുന്ന കോൺഗ്രസ് പിന്തുണച്ചുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞത ഞങ്ങളവിടെ പുറത്തെടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏകാധിപത്യത്തിലേക്ക് പോകുന്ന ഈ ഭരണ സംവിധാനത്തിന്
തടയിടുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ വിശ്വാസയോഗ്യത എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള കാര്യങ്ങളാണ്. അതിനു മുമ്പ് നിതീഷ് കുമാർ മോദിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം, BJP-യുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഇപ്പോഴത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതേ നിതീഷ് കുമാറിനെ BJP-ക്ക് കൈകൊടുത്ത് സ്വീകരിക്കാമെങ്കിൽ രാഷ്ട്രീയമാണിത്. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെ ജയിക്കുന്ന പാർട്ടിയുടെ നേതാക്കന്മാരെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ധാരണകൾക്ക് തയ്യാറാകുന്ന ചരിത്രം മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ബീഹാറിലെ ഉപമുഖ്യമന്ത്രി തന്നെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് പുറത്താക്കിയിട്ടേ ഇനി ഒരു വിശ്രമമുള്ളൂ എന്ന് പറയുന്ന BJP-യുടെ നേതാവാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ ഉപമുഖ്യമന്ത്രി. അപ്പോൾ രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. ഇത് ഇന്ത്യയുടെ കൾച്ചറിന്റെ ഭാഗം കൂടിയാണ്. ശരിയാണ്. ഏത് നിമിഷവും രാഷ്ട്രീയ നീക്കങ്ങൾ അത് ഏത് രീതിയിലാണ് നേതൃത്വങ്ങൾ ചിന്തിക്കുന്നത് എന്ന് അറിയാൻ പറ്റാത്ത വിധത്തിൽ സങ്കീർണമാണ്. പ്രത്യേകിച്ച് ഇങ്ങനെയൊരു കൂട്ടുകക്ഷി സർക്കാർ വീണ്ടും കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുവാനുള്ള സാഹചര്യം രൂപപ്പെട്ടു വന്ന ഈ സമയത്ത് ശ്രീ